ഗുഡ് ഈവനിങ്. ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയുന്ന വീഡിയോ ഒരു ഫാൻസി ഡ്രസ്സ്. ന്യൂട്രീഷ്യസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് വിറ്റാമിനുകളും ഗുണങ്ങളുമുള്ള ഒരുപാട് ഫ്രൂട്ട്സ് ആൻഡ് പച്ചക്കറി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ. നമുക്കറിയാം നമ്മൾ കുക്കിംഗ് കോമ്പറ്റീഷനായിട്ടും അനീമിയ ചേർക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ പോഷൻ പക്വാടയുടെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. ഫുഡ് എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മില്ലറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതോടൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പ്രോഗ്രാമാണ് കുട്ടികൾക്ക് പഴങ്ങൾ, പച്ചക്കറികൾ കൂടുതൽ മനസ്സിലാക്കാനും അതിൻ്റെ ഉപയോഗങ്ങൾ ഏതൊക്കെ പഴങ്ങളാണ് നമ്മുടെ ശരീരത്തിന് നല്ലത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ പറയുന്ന ന്യൂട്രീഷ്യസ് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നടത്തുന്നത്. അപ്പോൾ ഇത് നടത്തുന്ന സമയത്ത് നമുക്കറിയാം, നമുക്ക് ഒരുപാട് പഴങ്ങളുടെ രൂപങ്ങൾ അല്ലെങ്കിൽ പഴങ്ങളുണ്ട്, പച്ചക്കറികളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെടുത്തി കുട്ടികളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ആപ്പിൾ, മുന്തിരി അല്ലെങ്കിൽ മാങ്ങയുടെയൊക്കെ നിങ്ങൾക്ക് ചാർട്ടിലൊക്കെ വരച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ വീടുകളാണെങ്കിൽ വീടുകളിൽ, അല്ലെങ്കിൽ അംഗനവാടികളിൽ നിങ്ങൾക്ക് വരച്ചിട്ട് അത് കുട്ടികളുടെ മേത്ത് ഘടിപ്പിക്കുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഫാൻസി ഡ്രസ് എന്ന രീതിയിലാവുകയും ചെയ്തു. ഒപ്പം തന്നെ എന്നിട്ട് ആ പഴത്തിൻ്റെ ഗുണങ്ങൾ ആ കുട്ടിയെ കൊണ്ട് പറയിക്കണം. ഒരു കുട്ടി ഒരു മുന്തിരിയുടെ പടം അല്ലെങ്കിൽ മാങ്ങയുടെ പടമാണ് ആ കുട്ടിയുടെ മേത്ത് ധരിച്ചിരിക്കുന്നതെങ്കിൽ ആ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആ കുട്ടി പറയണം. ആ രീതിയിലുള്ള ഇവൻറ്റ്. അപ്പം നമുക്ക് ആ പഴത്തെക്കുറിച്ച് കുട്ടിക്ക് കൂടുതലും മനസ്സിലാക്കാനായിട്ടുള്ളൊരു അവസരമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ കുട്ടികൾ ഓരോരുത്തരും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളത് പ്രകാരം ന്യൂട്രീഷ്യസ് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നടത്തിയതിന് ശേഷം അത് നിങ്ങൾ ജെന്ന ആന്തോളൻ ഡാഷ്ബോർഡിൽ എൻ്റർ ചെയ്യണം. ഈ കുട്ടികളുടെ ഈ ഫോട്ടോസ് എടുത്തതിന് ശേഷം ഇത് ഡാഷ്ബോർഡിൽ എൻ്റർ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് അതിൽ എൻ്റർ ചെയ്യാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ നോർമലി നമ്മൾ എവിടെ പോവും, ഡാറ്റ എൻട്രിയിൽ പോവും. നമ്മൾ അവിടെ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് കിട്ടും. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളവിടെ തീം സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓവറോൾ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞല്ലോ, എല്ലാം കൂടി ന്യൂട്രീഷൻ്റെ മൊത്തത്തിലൊരു ഓവറോൾ ന്യൂട്രീഷൻ ജനറൽ സെൻസിറ്റൈസേഷൻ ആക്ടിവിറ്റീസ് എന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ താഴെ നിങ്ങൾ അംഗനവാടി സെലക്ട് ചെയ്യുക. അതിനുശേഷം അംഗനവാടിയുടെ പേര് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ താഴെ വരിക, ആക്ടിവിറ്റി. അപ്പോൾ നമുക്കറിയാം നമ്മളൊരു പ്രച്ഛന്നവേഷം എന്നാണ് ഈ ഫാൻസി ഡ്രസ്സിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് നമുക്കിതിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാം, ഒരു ഫോക്ക് ഷോ എന്ന് വന്നിട്ട് കാണാം. കണ്ട, നക്കട് നാട്ടക് ബാർ ഫോക്ക് ഷോ കണ്ടില്ലേ. അപ്പോൾ നമുക്ക് കറക്റ്റ് നമ്മുടെ ഒരു ആക്ടിവിറ്റി നെയിം കിട്ടണമെന്നില്ല. നമ്മൾ ഏകദേശം ഇതിനോട് റിലേറ്റ് ചെയ്ത ആക്ടിവിറ്റീസ് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ഏതാ നോക്കിയാൽ നമ്മൾ സെലക്ട് ചെയ്തത് നക്കട് നാട്ടക് ഓർ ഫോക്ക് ഷോ, അത് സെലക്ട് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഡേറ്റ്, നിങ്ങൾ എന്നാണ് പരിപാടി നടത്തണേ ആ ഡേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ എണ്ണം കൊടുക്കുക, എത്ര കുട്ടികൾ ഇതിൽ പങ്കെടുത്തു ഈ കോമ്പറ്റീഷനകത്ത് എന്നുള്ളതിൻ്റെ എണ്ണം കൊടുക്കുക. ടോട്ടൽ അവിടെ വരും. അതിന് ശേഷം നിങ്ങൾ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 2 MB ഉള്ളിലുള്ള ഫോട്ടോ ആയിരിക്കണം. 2 MB ഉള്ളിലുള്ള ഫോട്ടോ. ഇൻ കേസ് നിങ്ങളിപ്പോൾ ഒരു ഫോട്ടോ ഇടേണ്ട സമയത്ത് അവർ പറയാണ് ഫോട്ടോ 2 MB കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഫോട്ടോയുടെ നിങ്ങൾ തിരിച്ച് ഗാലറിയിൽ പോയിട്ട് ആ ഫോട്ടോയുടെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. നമുക്കറിയാം സ്ക്രീൻഷോട്ട് ഇപ്പോൾ നിങ്ങളെല്ലാവരും എടുത്ത് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറേ പ്രോഗ്രാംസിന് നമ്മൾ CBക്കൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുന്നതുകൊണ്ട് എല്ലാവർക്കും സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാം. നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം അത് ഇതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ 2 MB താഴെ വരുള്ളൂ. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ പോയിട്ട് കംപ്രസർ അല്ലെങ്കിൽ സൈസ് റെഡ്യൂസർ എടുത്തിട്ട് ഫോട്ടോയുടെ സൈസ് റെഡ്യൂസ് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ സക്സസ്ഫുള്ളി സബ്മിറ്റഡായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ, ന്യൂട്രീഷ്യസ് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനുമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക. അതുപ്രകാരം എല്ലാവരും ഇതിനകത്ത് ചെയ്തിട്ട് ആ ഫോട്ടോസ് എൻ്റർ ചെയ്യുകയും വേണം കേട്ടോ. ഓക്കെ, താങ്ക് യു.